എല്ലാവർക്കും നമസ്കാരം. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. അപ്പോൾ യാത്രകളൊക്കെ ഒരു ചില സാങ്കേതിക കാരണങ്ങളെന്ന് പറയാനില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ പിന്നെ യാത്രകൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഒരു മുന്നോടിയായി ഒരു വിവരണമാണ് കേട്ടോ. വേറെ ഇതിൽ യാത്രയില്ല. അടുത്ത വീഡിയോ മുതൽ നമുക്ക് യാത്രകളിലേക്ക് പോകാം. പുതിയ ഞാൻ നിങ്ങളെ കാണാൻ വരുവാണ് കേട്ടോ. ഓരോ നാട്ടിലോട്ട് വരാൻ പോവാണ്. അടുത്ത ട്രിപ്പ് നമ്മൾ വരുന്നത് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് ആറന്മുളയാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ വിവരങ്ങൾ പറയാം. നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വലിയ തിരക്കായിരുന്നു. വർക്കുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയുള്ള കുറച്ച് തിരക്കിലായിപ്പോയത് കൊണ്ടാണ് നമ്മൾ യാത്ര പോകാതിരുന്നത്. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഏതായാലും നമ്മൾ വീണ്ടും തുടരുകയാണ്. അപ്പോൾ ഇടയ്ക്കൊരു യാത്ര മൂന്നാറിൽ പോയിരുന്നു. അപ്പോൾ അടുത്ത യാത്രയും നമ്മുടെ ആനവണ്ടിയുടെ കൂടെയാണ്. KSRTCയുടെ ബജറ്റ് ടൂറിസത്തോട് ഭാഗമായിട്ട് കണ്ണൂരിൽ നിന്നും 19-ന് ആറന്മുളയ്ക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അതിൽ ഞാനുമുണ്ട് കൂടെ. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ കാണാം, നമ്മൾ പുറപ്പെടുന്ന ഒരു ലിസ്റ്റ് റെഡിയായിട്ടുണ്ട്. നമ്മൾ 19-ന് രാവിലെ 5:30-ന് കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടും. 1 മണിക്ക് നമ്മൾ തൃശ്ശൂരെത്തി ഭക്ഷണം കഴിക്കുന്നത് തൃശ്ശൂരാണ്. 4 മണിക്ക് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെത്തും. പ്രത്യേകം പറയേണ്ടത്, ഈ റൂട്ട് ഈ പോകുന്നത് മൊത്തം ക്ഷേത്രവും കണക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ആറന്മുള വള്ളസദ്യയാണ് ഇവരുടെ ടാർഗറ്റ്. അപ്പോൾ ഈ റൂട്ടിലേക്ക് പോകുന്നത് ഫുള്ളായിട്ടും ക്ഷേത്രങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് 5:30-ന് 4 മണിക്ക് ചോറ്റാനിക്കര ദേവി ക്ഷേത്രം കഴിഞ്ഞ ഉടനെ 5:30-ന് നമുക്ക് എത്തുന്നത് വൈക്കമാണ്. വൈക്കത്തുനിന്ന് 7:40 കൂടിയിട്ട് നമുക്ക് ഏറ്റുമാനൂരെത്തും. ഏറ്റുമാനൂരിന് ശേഷം നമ്മൾ ചെങ്ങന്നൂരാണ് രാത്രി സ്റ്റേ ചെയ്യുന്നത്. ഭക്ഷണവും കാര്യമൊക്കെ എല്ലാം ഈ പാക്കേജിൽ വരുന്നതാണ് കേട്ടോ. ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇനി മുൻപേ പറയുന്നുണ്ട്. അടുത്തത് തിരുച്ചിറ്റാറ്റ് ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് നമ്മൾ തൃപ്പുലി ക്ഷേത്രത്തിലേക്ക് പോകും. അതിനുശേഷം തിരുവൻമണ്ടൂർ പോകും. അവിടുന്ന് തൃക്കൊടിത്താനത്തേക്ക് പോകും. അപ്പോൾ ക്ഷേത്രങ്ങൾ കുറേ കവർ ചെയ്യാനുണ്ട്. ഭക്തജനങ്ങളായിരിക്കും കൂടുതലും തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ ഇതിൽ ചില ക്ഷേത്രങ്ങളൊക്കെ ഞാൻ കാണാത്തതാണ്. വലിയ വൈക്കം, ഇതൊക്കെ ഏറ്റുമാനൂർ, ചോറ്റാനിക്കരയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാലും ഈ ഇടയിൽ വരുന്ന ക്ഷേത്രങ്ങൾ നമുക്കതിനെ പറ്റിയിട്ട് വലിയ വിവരമില്ല. എന്നാലും ഞാൻ എല്ലാ വിവരങ്ങളും അവിടുന്ന് ഡീറ്റെയിൽസ് ക്ഷേത്ര ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെട്ട്, ഇത് അറിയാത്തവർ, പ്രത്യേകിച്ച് നമ്മളെ മലബാർ ഏരിയയിലുള്ളവർക്ക് ഇത്രയും ചെറിയ ചെറിയ ക്ഷേത്രങ്ങളെ പറ്റി അറിയില്ലായിരിക്കാം. ചെറുതും വലുതുമായിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് എടുക്കാൻ പോകുന്നത്. പോയിട്ട് എല്ലാ വിവരങ്ങളും, സമയം, അവിടെ എത്തിച്ചേരാനുള്ള വഴികൾ എല്ലാമായിട്ടായിരിക്കും അടുത്ത വീഡിയോ വരുന്നത് കേട്ടോ. അപ്പോൾ തിരുവൻമണ്ടൂരിന് ശേഷം അവിടുന്ന് വണ്ടി വിടുന്നത് തൃക്കൊടിത്താനത്തേക്കാണ്. ഫേമസ് ആയ ക്ഷേത്രമാണ് തൃക്കൊടിത്താനം. അതിനുശേഷം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പിന്നെ വള്ളസദ്യ. അത് അറേഞ്ച്മെൻറ്റ് KSRTCയുടെ ആണ് എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. നമ്മളൊന്നും അറിയണ്ട, പാക്കേജിൽ വരുന്നതാണ്. അതിനുശേഷം കവിയൂരുള്ള ഗുഹാക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ പോവും. പിന്നെ മണ്ണാർശാലയിൽ പോവും, നാഗക്ഷേത്രമുണ്ടല്ലോ. പിന്നെ അമ്പലപ്പുഴ പോവും. പിന്നെ രാത്രിയോടുകൂടി നമ്മൾ 9:30 അവിടുന്ന് തിരിക്കുവാണ് കണ്ണൂരേക്ക് റിട്ടേൺ. രാവിലെ 6:30 കണ്ണൂർ തിരിച്ചെത്തുന്നത് പോലെയുള്ള ഒരു ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് മഴ ഇല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് കവറേജ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതൊരു റെക്കോർഡായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നത് പോലെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഒരു വീഡിയോ കണ്ട അവർക്കും ഒരു ഗുണം ഉണ്ടാവണമല്ലോ. എപ്പോഴെങ്കിലും പോകണമെങ്കിലും, ക്ഷേത്രമായിട്ട് പോകണമെങ്കിലും, അല്ല വേറെ എന്തെങ്കിലും സംബന്ധിച്ച് പോകണമെങ്കിലും, അവിടുത്തെ കോൺടാക്റ്റ് നമ്പർ, അവിടെ ആരെങ്കിലും ബന്ധപ്പെടണമെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് പോവുക. ഒരു 5-8 മിനിറ്റിലെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ടാണ് ഇതൊക്കെ കാണിക്കുക. അപ്പോൾ നല്ല മഴയാണെങ്കിൽ നമ്മുടെ പണിയൊക്കെ പാളാൻ സാധ്യതയുണ്ട്. എന്നാലും കഴിയുന്നതും നമ്മൾ കവറേജ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയും ഇതുവരെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 19-ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ 21-ന് വന്നതിന് ശേഷം ആയിരിക്കും വീഡിയോ അപ്ലോഡിങ് തുടങ്ങുക. എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ 19-നാണ് പോകുമ്പോഴുള്ള ഇടയ്ക്ക് ടൈം കിട്ടുവാണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ നമുക്ക് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും യാത്ര തുടരാം. എല്ലാവർക്കും നമസ്കാരം. വേറൊരു പ്രത്യേക കാര്യം, ആർക്കെങ്കിലും ഈ റൂട്ടിൽ ഈ ട്രിപ്പിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്.
അത് നോക്കിയിട്ട് KSRTC കണ്ണൂരുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് ഈ പാക്കേജ് ഓരോരോ മാസത്തെ പാക്കേജാണ് കേട്ടോ, പലയിടത്തും പോകുന്നുണ്ട്. അതിൽ 19-നുണ്ട്, 17-നുണ്ടായിരുന്നു, 19-നുണ്ട്, 17-നായിരം തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ അറിയാൻ പറ്റും. അതിൻ്റെ കോൺടാക്റ്റ് നമ്പർ, കണ്ണൂർ ഡിപ്പോയുടെ കോൺടാക്റ്റ് നമ്പർ, ഈ BTC ബജറ്റ് ടൂറിസത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. അപ്പം ആവശ്യക്കാർക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാം. ചെറിയ റേറ്റാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇപ്പം ആറന്മുള പോയിട്ട് ഇത്രയും ക്ഷേത്രങ്ങൾ പോയി കറങ്ങി വരുന്നതിന് ഒരാൾക്ക് 3200 രൂപയാകുന്നുള്ളൂ. അതിനകത്ത് നമുക്ക് ഭക്ഷണം ലഭ്യമാണ്. രാത്രി സ്റ്റേ 2 ആൾക്ക് ഉള്ള ഷെയർ റൂം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് എക്സ്ട്രാ റൂംസ് അങ്ങനെ എക്സ്ട്രാ വേണമെങ്കിൽ അതിൻ്റെ അഡീഷണൽ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യണം. ബാക്കി ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ഒക്കെ KSRTC പാക്കേജിൽ തന്നെ വരുന്നതാണത്. അപ്പോൾ ഈ ഒരു റേറ്റ് നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോയിട്ട് വരാൻ പറ്റില്ല. ഒരു റൂമിന് തന്നെ ഇപ്പം നമുക്ക് മിനിമം 1000-1500 ഇല്ലാതെ റൂമൊന്നും കിട്ടില്ലല്ലോ. അപ്പം KSRTCയുടെ ഒരു നല്ലൊരു പ്ലാനിലേക്കാണ് ഇപ്പം എല്ലാ ഡിപ്പോവും പോകുന്നത്. അപ്പോൾ ഞാൻ കണ്ണൂർ ഡിപ്പോ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പയ്യന്നൂർ ഡിപ്പോ എന്നും പോകുന്നുണ്ട്, പക്ഷേ കണ്ണൂർ ഡിപ്പോ ആണ് കുറച്ച് ലോങ് ട്രിപ്പൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള വളരെ നല്ല ആൾക്കാരാണ് കേട്ടോ, വാഹനം ഓടിക്കുന്നവരും അതിൻ്റെ കോപ്പറേറ്റ് എല്ലാ അറേഞ്ച്മെൻറ്റും കൂടിയാണ് പോകുന്നത് കേട്ടോ. നമുക്ക് പാട്ട് പാടാനും ഒക്കെയുള്ള ഫെസിലിറ്റിയൊക്കെ വണ്ടിക്കകത്ത് കാണും. എല്ലാ ഫെസിലിറ്റിയോടും കൂടിയാണ് പോകുന്നത്. അത്യാവശ്യം എന്തെങ്കിലും മെഡിസിനോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് വാങ്ങിക്കേണ്ട സൗകര്യങ്ങളൊക്കെ എല്ലാം അദ്ദേഹം ചെയ്തു തരുന്നുണ്ട്. അവർ 2-3 പേരുണ്ടാവും, നമുക്ക് ഹെൽപ്പിനുണ്ടാവും. എല്ലാ സഹായ സഹകരണവും നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ ഈ യാത്ര പോവുക തന്നെ വേണം കേട്ടോ. നല്ലൊരു അനുഭവമായിരിക്കും. സഫീഷ്യൻറ്റ് സമയം, നമുക്ക് ഒരു വേവലാതിയില്ല. അവർ ഷെഡ്യൂൾഡ് ടൈം അവർ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ക്ഷേത്ര ദർശനത്തിന് പോകുന്നവർക്കകത്തൊക്കെ കയറി തൊഴുതൊക്കെ വരാനും ബാക്കി ഒരു റൗണ്ടൊക്കെ കറങ്ങാനും ഒക്കെ ധാരാളം സമയം തരുന്നുണ്ട് അവർ. അങ്ങനെ പെട്ടെന്ന് ഓടിച്ചാടി വരേണ്ട ഒരു ആവശ്യമില്ല. ധാരാളം സമയം എടുത്ത് നമുക്ക് കറങ്ങാനും അവർ തന്നെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാ ഗൈഡും അവരുടെ വക ഗൈഡൻസ് അവരാ പറഞ്ഞു തരുന്നത്. അവർ സ്ഥിരം യാത്രക്കാരാണല്ലോ. അപ്പോൾ അവരാണ് നമുക്ക് എല്ലാം വേണ്ടത്, എന്ത് ചെയ്യണം, എവിടെ പോകണം, എത്ര മണിക്ക് കയറണം, ഇതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം നമുക്കറിയാത്ത വ്യക്തികൾക്ക് എല്ലാ വിവരങ്ങളും അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഇറക്കി വിട്ടിട്ട് തൊഴുതിട്ട് വന്നെന്നല്ല പറയുന്നത്. എല്ലാ ഡീറ്റെയിൽസും അവർ പറയും. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ സഹായത്തിന് ഏത് സമയത്തും KSRTC ടീം റെഡിയാണ്. അങ്ങനെയാണ് ഈ പാക്കേജ് ടൂറിസം പോകുന്നത്. അപ്പം ആരെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു. നമ്മുടെ ബസ് ഇതല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒരു KSRTCൻ്റെ ഷോന് കാണിച്ചാണ്. ഇത് ലോക്കൽ ബസ്സാണ്, നമ്മുടേത് എക്സ്പ്രസ് ബസ്സാണ് കേട്ടോ. താങ്ക് യു.